ആ സ്റ്റേഷനിൽ എത്താറുമ്പോ എല്ലാവരും ഒരു സൈഡിലേക്ക് ആയിക്കോട്ടോ. പലതരത്തിലുള്ള കലകൾ പ്രകടിപ്പിക്കുന്ന വേദി പറയുന്നതാണ് ബിനാലെ. അങ്ങനെ 195 രാജ്യങ്ങളുണ്ട്. അതിനകത്ത് 24 രാജ്യങ്ങളിൽ ബിനാലെ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബിനാലെ ഈ കാണുന്ന ആസ്പിൻ മാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനെ പറയുന്ന പേര് സർവീസ് ബിനാലെ എന്നാണ്. ഇതിവിടെ ഒരു ജങ്കാർ സർവീസ് ഉണ്ടോ? ഒരു ജങ്കാറാണ്. അത് റോറോ എന്നാണ് അതിന്റെ പേര് കേട്ടോ, റോറോ. ഇത് ഫോർട്ട് കൊച്ചിയിലാണ്, ഇപ്പോൾ സൈഡിലാണ് നമ്മൾ കാണുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിൻ, നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ദ്വീപാണ് വൈപ്പിൻ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കും വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും സർവീസ് നടത്തുന്ന ഒരു ജങ്കാറാണ്. ആളുകളെയും വാഹനങ്ങളെയും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കാരണം ഇവിടെ പാലം നിർമ്മിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ DPVയിലേക്കും അതുപോലെ കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള വലിയ വലിയ ഷിപ്പുകളൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പാലം നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഈ ജങ്കാർ സർവീസുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നോക്കി, ഇവിടെ നോക്കി, ചീനവലകൾ. നിങ്ങളുടെ നാട്ടിലുണ്ടോ മക്കളെ? ചീനവലകളുണ്ടോ? ഈ കാണുന്നതാണ് ചീനവല കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇതിനെ പറയുന്നത് ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്നാണ്. ചൈനയിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഇന്ന് ചീനവല എന്ന് മലയാളികൾ പേരിട്ടത് കേട്ടോ. ഈ കൊച്ചി എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളിൽ കുറച്ച് പേര് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിൽ മത്സ്യബന്ധനമാണ്. അപ്പോൾ ഈ കാണുന്ന ചീനവലകൾ, വഞ്ചികൾ, വലകൾ, ഇതിൽ നിന്നും കിട്ടുന്ന മീനുകളൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ഉപജീവനമാണ്. അതുകൊണ്ടാണ് ഈ ചീനവലകൾ ഏറ്റവും കൂടുതൽ ഈ കാണുന്ന കൊച്ചി ഭാഗത്ത് കാണാനുള്ള കാരണം. അത് താഴ്ത്തും. അതിൻ്റെ അവിടെ ഒരു ഇതുണ്ട്, കമ്പതി കണ്ടോ? കല്ലാണ്, കല്ല്. ഇത് ഇവിടെ ചീനവല ഉയർത്തുന്നുണ്ടോ? ഇവിടെ ചെറിയ ചീനവല, ചീനവല ഉയർത്തുന്നുണ്ട് ഇവിടെ കണ്ടോ. അതിനകത്തൊക്കെ നിറച്ച് മീനുണ്ടാ നോക്കി. അവിടെ കയറി നോക്കരുത്, ഇവിടെ ഒരു ഇറങ്ങി കയറി കേട്ടോ. മീനുണ്ടോ അതിനകത്ത്? ചെറുതായിട്ട് ചെമ്മീനായിരിക്കും. ചിമ്മി പ്രോൺസ്. ബാലരാമവർമ്മ എന്ന് പറഞ്ഞ രാജാവ് താമസിക്കുന്ന ഡച്ചുകാര് സമ്മാനിച്ച വേനൽക്കാല വസതിയാണ് ഈ കാണുന്ന ബുൾഗാട്ടി പാലസ്. ഇത് ശരിക്കും ഈ രാജാവ് താമസിക്കുന്നത് തൃപ്പൂണിത്തുറയുള്ള ഹിൽ പാലസിലാണ്. പോയിട്ടുണ്ടോ ഹിൽ പാലസിൽ? അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഡച്ചുകാര് കൊടുത്തൊരു വീടാണ്, അല്ല പാലസാണ് ഈ കാണുന്നത്. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, വെള്ളി നക്ഷത്രം സിനിമയിൽ ഈ പാലസ് കാണിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? അതുപോലെ ദിലീപ് ഏട്ടന്റെ സിനിമയാണ് മൈ ബോസ്. ആ സിനിമയിലൊക്കെ ഈ പാലസാണ് കാണിക്കുന്നത് വീടായിട്ട് കേട്ടോ. ഓക്കെ, ഒരു പാട്ട് പാടത്തെ ആദ്യം പാട്ട് കേൾക്കാം. ശരി.
പോകുന്നത്? തിരിച്ചതായോ താരകളെ പതിനാലാം രാവിന്റെ വിറവോലെ വന്നല്ലോ പതിനീരിൻ കടാത്തിൽ തുടമുള്ള പുത്തല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാളുണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ല സുൽത്താനും വന്നല്ലോ വെള്ളപ്പൂവിൻ ചെറുത്ത വെള്ളപ്പനി കുപ്പായി വെള്ളിച്ചെല്ല കിണ്ണത്തിൽ നിന്നും പൊന്നിന്നങ്ങൾ